നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്, വാട്സാപ്പ് മെസ്സേജാണ് വന്നത്. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ശത്രുക്കളുണ്ടോ എന്ന് അറിയണം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിലാണ് അത് കൂടുതൽ ആക്യുറേറ്റ് ആവുക. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ എനർജി നോക്കും, പിന്നെ നിങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള എനർജി എന്താണെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ശത്രുക്കളുണ്ടോ അത് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ്. പറ്റുമെങ്കിൽ ഒരു ഗൈഡൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. പക്ഷേ അതിന് പകരം ഒരു ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ അതിനിടയ്ക്ക് ഒരു ഓറക്കൽ മെസ്സേജ് എടുത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് തരം ആളാണെന്നൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം, ഫോൺ വഴി നോക്കാം കേട്ടോ. അപ്പം ഞാൻ 3 മാലയാണ് എടുത്തേക്കുന്നത്. ഇത് ഒന്നാമത്തെയാണ് കേട്ടോ. ഇത് ഇവിടെ വെക്കുന്നുണ്ട്, 1 ജപമാല 1. ഇത് രണ്ടാമത്തെ, ഇത് 2 ഇവിടെ വയ്ക്കുന്നു. ഇത് 3ാമത്തെ ജപമാലയാണ്, ഇത് 3 ഇവിടെ വെക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇത് ബ്ലാക്ക് മുത്താണ്, ഇത് ഒന്നാമത്തെയാണ്. ഇത് രുദ്രാക്ഷമാണ്, 2ാമത്തെ ജപമാല. 3ാമത്തത് ഇതിന് ഗാർണറ്റ് എന്നാണ് പറഞ്ഞേക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിൻ്റെ 3ാമത്തെ ജപമാല. ഇത് 3 ബ്ലാക്ക്, ബ്രൗൺ, ഓറഞ്ച്, ഈ 3 കളേഴ്സാണ്. 1 2 3. ഞാൻ കൺഫ്യൂഷൻ ആക്കിയോ? നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർക്ക് എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ജപമാലകൾ കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ജപമാല ഇത് 1 നമ്പർ 1 ആണ്. ഇത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് ആണ് പോകാൻ പോകുന്നത്. ഇത് 2, ഇത് 3 കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സിസ്റ്റമാറ്റിക്കായിട്ട് എടുക്കാം നമുക്ക്. ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഓറക്കൽ മെസ്സേജാണ്, ജിപ്സി ഓറക്കൽ മെസ്സേജ്. നമുക്ക് ശത്രു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ജിപ്സി ഓറക്കൽ മെസ്സേജും കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ അതിനകത്താണ് കൂടുതൽ ആളുകളെ കാണിക്കുക, മനസ്സിലായി? അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഓറക്കൽ മെസ്സേജ് എടുക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ചിലപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളില്ലായിരിക്കാം, നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ആദ്യം എടുത്തു ചാടി ഞാനൊന്നും പറഞ്ഞ് ശരിയാവില്ല. എനിക്ക് താഴെ വീഴണം കാഴ്ച, അതാണ് എനിക്ക് ദൈവം തരുന്നതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ച വരുന്നില്ല, ഒരെണ്ണം മാത്രം വന്ന് എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കം. അപ്പോൾ ലോർഡ് ഗണേശ, ഞങ്ങൾ വിഘ്നേശ്വരനോടാണ് ആദ്യം പ്രാർത്ഥിക്കുക ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ വിഘ്നങ്ങൾ, അത് ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളിൽ വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരണം എന്നൊരു ഇതിലാണ് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം നന്നായിട്ട് തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ വിഘ്നേശ്വരൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ ഗോളിലേക്ക് എത്തുന്നതിനുള്ള ആ പാതയിലുള്ള എല്ലാ ദുർഘടങ്ങളും മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് നിങ്ങൾക്കുള്ള നല്ലൊരു കാർഡാണത്. അപ്പോൾ ശത്രുക്കൾ ഉണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള എനർജി എന്താണെന്ന് നോക്കാം.
നിങ്ങളുടെ എനർജി ഇപ്പം എന്താണ്? നിങ്ങളുടെ എനർജി എന്താണ്? ഒരു വിവാഹത്തിൽ പ്രശ്നമുള്ള പോലെ അല്ലേ? അത് എന്ത് കാരണം കൊണ്ടും ആവാം. തേർഡ് പാർട്ടി ആവാം, വീട്ടുകാരുടെ പ്രശ്നമാവാം, പൈസ ഇല്ലായ്മയാവാം, നിങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലാത്ത ഉണ്ടാവാം, എന്തുമാവാം. 4 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. അപ്പോൾ ഒരു മനസമാധാനം ഇല്ലായ്മ, പിന്നെ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത പോലെ നിങ്ങൾ തമ്മിൽ, ഒരു റിലേഷൻഷിപ്പിലുള്ള 2 പേര് തമ്മിൽ. അപ്പോൾ ഒരു മാരേജിൻ്റെ സിറ്റുവേഷൻ പോലെയാണ്. വളരെ അടുത്ത ബന്ധമാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലുള്ള ഒരു അടുത്ത ബന്ധത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ. ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ ആവാം. തീരുമാനമായിട്ടില്ല. ഇവിടെ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു തീരുമാനമായിട്ടില്ല. ഇവിടെ ഒരു മദർ ഓഫ് വാൻസ് ഉണ്ട്. ഇതൊരു അമ്മയാവാം, ചേടത്തിയാവാം, ഫ്രണ്ടിൻ്റെ വൈഫാവാം, പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പൊന്നുപോലെ കൊണ്ടു നടന്ന ഒരു ജീവിതത്തിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത്. ആ ഒരു ടെൻഷനിലാണ് നിങ്ങൾ കേട്ടോ. ഇത് മൊത്തം ഫയർ സൈനാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സോഡിയാക് സൈൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൽ ഏതോ ഒരു സോഡിയാക് സൈൻ ഉണ്ടാവാം. നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി ഇതൊരു മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു സർപ്പമാണ്. ഭയങ്കര വിഷമുള്ളൊരു എനർജിയാണ്. ഇവരൊരു കാര്യം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ഏതാണെന്ന് നോക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ഏതാണ്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്, എർത്ത് സൈൻ ആണ്. വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആളായിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം. എന്തായാലും ഈ പേഴ്സണ് ഒരു ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ഭയങ്കര കാൽക്കുലേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ ആലോചിച്ച് ചെയ്യുന്ന, വളരെ ആലോചിച്ച് വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഈ എനർജി ഭയങ്കര ഫാസ്റ്റാണ്. ഇത് ഭയങ്കര സ്ലോവസ്റ്റ് ആണ്. നേരെ വന്നാൽ തിരിഞ്ഞാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് നേരെയായിട്ട് തോന്നും, ആക്ച്വലി ഇത് തിരിഞ്ഞാണ്, എൻ്റെ ഇതിൽ തിരിഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു എനർജിയാണിത്. ഒരു മോറൽ ഇല്ല, ഒരു എത്തിക്സ് ഇല്ല, ഒന്നുമില്ല. ഏതാളാണ് അതൊക്കെ ഹോണടിക്കുന്നത്? ഒരു ആവശ്യമില്ല, ഹോൺ അടിച്ചിട്ട് പോകും. അപ്പോൾ ഇവിടെ ഈ എനർജി ഭയങ്കര ബോറടിക്കുന്ന ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ സ്വാർത്ഥതയുള്ള എനർജിയാണ്. സ്വന്തം കാര്യം ചിന്താബാധ. നിങ്ങളുടെ കൂടെയുള്ള എനർജി ആയിരിക്കും ഇത്. ഈ പേഴ്സൺ ഇതിനകത്ത് പെട്ടുപോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ പേഴ്സണ്. എന്നുവെച്ചാൽ അതുപോലെ തന്നെ എനിക്കിവിടെ നിന്നൊന്നും, എല്ലാവരും എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുകയാണ്, ഒരു അയാളൊരു ട്രെയിനിങ് ഇൻ പ്രോഗ്രാമിന് മോട്ടിവേഷൻ ട്രെയിനറാണ് ഇപ്പോൾ പേഴ്സൺ. അപ്പോൾ അതിന് പോയപ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനോട് ടീച്ചേഴ്സിനെ പഠിപ്പിക്കുകയാണ്. ട്രെയിൻ ദ ട്രെയിനർ എന്ന പ്രോഗ്രാമാണത്. അപ്പോൾ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ ഇയാൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ വല്ലയിടത്തും നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇയാൾ അവരോട് ചോദിച്ചു, എന്താ പറയാത്തതെന്ന് വെച്ചപ്പോൾ പിന്നെ സാറേ, എനിക്ക് ആകെ 7000 രൂപയാണ് ശമ്പളം, അതിൽ ഇത്രയൊക്കെ മതി, എനിക്ക് അറിയുന്നതൊക്കെ മതി, അതൊക്കെ പഠിപ്പിച്ചാൽ മതി. അതൊരു മഹാവൃത്തികെട്ട സ്വഭാവമാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോവുക അല്ലേ? നമ്മളുടെ ഒരു ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ എനിക്കിതിലും കൂടുതൽ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എനർജി, അതുപോലത്തെ ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. എനിക്ക് കൂടുതൽ ഈ ഹോൺ ഉള്ളത് കൊണ്ട് ഈ ഹോൺ അടിച്ചോണ്ടിരിക്കണം എന്ന് ചിലർക്ക് ഭയങ്കര നിർബന്ധമാണ്. അതെനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ അല്ലേ? അതോ കോൺഫിഡൻസ് വർദ്ധിക്കുമോ അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ എന്താ പറയുക, അപ്പോൾ ഇവിടെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിട്ടുള്ള ആ പുറത്ത് നിൽക്കുന്ന അയാൾ, ആ ഹോൺ അടിക്കുന്ന ആളും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഞാനൊന്ന് ജെല്ലാം അടച്ചേക്കട്ടെ കേട്ടോ.
സോറി കേട്ടോ, ചില ആൾക്കാരൊക്കെ ഒന്നും ഒരു രക്ഷയില്ല. ഇവിടെ ഒരു വളവാണ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ വെറുതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം അടിക്കുക, നമ്മളൊന്ന് ഇരുത്തി അടിച്ചാൽ മതി. ഓക്കെ, അടിച്ച് ഓക്കെ വിട്ടോളൂ. അതല്ല ഒട്ടയാന്ന് അടിച്ചുകൊണ്ടിരിക്കും, ഇറിറ്റേഷനാവും. എനിക്കിഷ്ടമല്ല ഹോൺ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ റീഡിങ്ങിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, ക്ഷമിക്കുക. പക്ഷേ ഈ റീഡിങ് ഞാൻ സാധാരണ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ഞാനത് മീൻസ് കളയും, വീഡിയോ കളയും, രണ്ടാമത് എടുക്കും. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല തോന്നുന്നില്ല, കാരണം നല്ലൊരു റീഡിംഗ് ആണിത്. അപ്പോൾ ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണ് ഒന്നില്ലെങ്കിൽ നിങ്ങളെ അബാൻഡൻ ചെയ്ത് പോയിട്ടുണ്ടാവും, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തൊരു എനർജി ആയിരിക്കും ഇത്. സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു എനർജിയാണ്. ജോലി എടുക്കാൻ മടിയുള്ള, മറ്റുള്ളവരുടെ ചിലവിൽ ഓസിൽ കഴിയുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയാണെങ്കിലും ഭയങ്കര അഹങ്കാരിയായ ഒരു എനർജി, സ്ത്രീ ആയാലും പുരുഷനായാലും, മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കൂടെ നിന്ന് പുറകിൽ നിന്ന് കുത്തുന്ന ആളുകളില്ലേ, അതിപ്പോൾ ഭർത്താവായാലും ഭാര്യയായാലും ചിലരുടെ എനർജി ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നതിൽ എന്താ തെറ്റ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അവരോട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഭയങ്കര അൺഹാപ്പി ആയിരിക്കും നിങ്ങൾ. അതാണ് ഇവിടുത്തെ പ്രശ്നം, മനസ്സിലായി? ഇനി നിങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ടോ? ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളുടെ ഒരു പേഴ്സണും ഉണ്ട്. തേർഡ് പാർട്ടി ഇവിടെ ഒരു ഡബിൾ എനർജിയാണ് കാണിച്ചത്, പക്ഷെ അത് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് എന്തായാലും കിട്ടാതെ ഇടവരല്ലേ. ഇതൊരു ചെകുത്താൻ്റെ നോട്ടമുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് കണ്ടത്. ഓക്കെ, എടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ടെമ്പറൻസ് റിവേഴ്സാണ് വന്നത്, ഒരു ഇംബാലൻസ് ഉണ്ട് കേട്ടോ. യെസ് എന്ന് പറയുന്നത് നോ. അപ്പം നിങ്ങൾക്ക് ഒരു അധികം അറിയാത്ത നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവില്ലാത്തൊരു എനർജി ആവാം നിങ്ങളുടേത്. എല്ലാം റിവേഴ്സാണെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആക്കേണ്ടി വരും. എല്ലാം റിവേഴ്സാണ്. കാർഡ്സ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേ നമ്മൾ എടുക്കുന്നതാണ്, അങ്ങോട്ട് നോക്കാതെ. അപ്പോൾ അല്ല കേട്ടോ, ഇതിനകത്ത് പോസിറ്റീവ് എനർജി ഉണ്ട് കുറച്ച്. അപ്പോൾ അതിനർത്ഥം ഇത് ഇങ്ങനെ തന്നെ വരേണ്ടതാണെന്നാണ്. അതിങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്, അതാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. പോട്ടെ. അപ്പോൾ ടെമ്പറൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇംബാലൻസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത പോലെ, എല്ലാം കെട്ടിമറിഞ്ഞിരിക്കുന്നത്. അതുപോലെ മൂടിയായിട്ടുള്ള രണ്ടുപേരും, ഒട്ടും ഹാപ്പി അല്ലാത്ത രണ്ടുപേരും. നിങ്ങളുടെ ലൈഫിലുള്ള ശത്രു എന്ത് തരത്തിലുള്ളതാണ് ഒന്ന് നോക്കട്ടെ. ശത്രു ഉണ്ട് കേട്ടോ. ടെമ്പറൻസ് ഒരു ബാലൻസ് ഉള്ള, നല്ല നോർമലായിട്ട് സ്മൂത്തായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നേരെ വന്നാൽ ഇത് തിരിച്ചാണ് വന്നിരിക്കുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയാണ്. പക്ഷേ ഇത് റിവേഴ്സ് വന്നാൽ കൊള്ളില്ലാത്തൊരു എനർജിയാണ്. ഭയങ്കര റിലേഷൻഷിപ്പിനൊട്ടും ഹാപ്പി അല്ലാത്ത, ഭയങ്കര മൂഡി ആയിട്ടുള്ള ഒരു എനർജി. മൂഡി ആയിട്ടുള്ള ഇമോഷൻസ് പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കില്ല. അപ്പം നിങ്ങളുടെ ഒരു സ്ത്രീ എനർജി. ശത്രു ആരാണെന്ന് വെച്ചപ്പോൾ ഒരു സ്ത്രീ എനർജിയാണ്. അതുപോലെ ഒരു മേർച്ചൻറ്റും കൂടെ ഉണ്ട്. മേർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ വ്യാപാരി മാത്രമല്ല, രണ്ട് എനർജീസാണ്. ഇത് എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. ഇത് ഞാൻ ചെയ്തതല്ല, ഇത് നിങ്ങൾക്ക് തന്നതാണ്, യൂണിവേഴ്സ് കാണിച്ചു തന്നതാണ്. ഇതൊരു വ്യാപാരിയാണ്, ഇതൊരു ശത്രുവാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലുള്ള ശത്രുക്കൾ കേട്ടോ. അവരോട് കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നമുള്ളത്. ഒരു വ്യാപാരം ചെയ്യുന്ന ബിസിനസ്സുകാരനായ ഒരു ആളും, ഇത് ചിലപ്പോൾ എനർജീസ് വ്യത്യാസം ഉണ്ടാവും, എന്നാലും ജെൻഡർ വ്യത്യാസം ഉണ്ടാവും. എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു വ്യാപാരിയും ഒരു സ്ത്രീയുമാണ് ഉള്ളത്. കൂട്ടുകാരിയാണോ നിങ്ങൾ? കൂട്ടുകാരൻ അങ്ങനെ എന്തെങ്കിലും ആണോ? അറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് ക്ലാരിഫൈ. എന്തുകൊണ്ടാണ് ഇവിടെ അപ്പം നിങ്ങളുടെ ലൈഫിൽ ശത്രു ഉണ്ട് കേട്ടോ. നമുക്ക് ഉദ്ദേശം ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു എന്താണ് ഇവർ നോക്കാം. ടെമ്പറൻസിനെ ക്ലാരിഫൈ ചെയ്യുന്ന 4 ഇത് പാസ്റ്റിലുള്ളതാണ് കേട്ടോ. ഇത് പാസ്റ്റിലുള്ളതാണ്. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഇവരുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷനുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ നിന്ന് വന്നിരിക്കുകയാണത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള, നിങ്ങൾ സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ബന്ധുവായിട്ട് കൊണ്ടു നടക്കുന്ന ആരോ ഒരാളാണ്. ഈ ടെമ്പറൻസ് കാർഡാണ് റിവേഴ്സ് ഇതായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നൈറ്റ് ഓഫ് കപ്സിന് ഒരു ടെമ്പറൻസും
കിങ് ഓഫ് പെൻറ്റക്കിൾസും ആണ് ക്ലാരിഫൈ ചെയ്യുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഭയങ്കര ധനികനായ ഒരു എനർജിയാണ്, ഇഷ്ടംപോലെ പണമുള്ള ഒരു വർക്കഹോളിക് ആയ ഒരു എനർജിയാണ്. ഇതൊരു ബിസിനസ്സുകാരനാണ് ഈ എനർജി. ആ ബിസിനസ്സുകാരനാണ് ഇവിടെ കാണിക്കുന്നത്. സ്ത്രീയോ പുരുഷനോ എനിക്കറിയില്ല, പക്ഷേ ഇത് രണ്ടും മെയിൽ എനർജീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മെയിൽ എനർജി ആയിരിക്കണം നിങ്ങളുടെ ലൈഫിലുള്ളത്. ടെമ്പറൻസ്. അപ്പോൾ ഇവിടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി. ശത്രു ഉള്ളതാണ്. ഈ ശത്രു നിങ്ങളുടെ ലൈഫിലുള്ള ആളാണ്. ഭയങ്കര ധനികനായ ഒരു എനർജിയാണ്. നിങ്ങളുടെ ബന്ധുവാവാം, അടുത്ത സുഹൃത്താവാം, ആരോ അങ്ങനത്തെ ഒരാൾ, ഭർത്താവിൻ്റെ സുഹൃത്ത്, ഭാര്യയുടെ സുഹൃത്ത്, ആരുടെയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു സജിറ്റേറിയസ് സോഡിയാക് സൈൻ ആയിരിക്കാം അതിവിടെ കാണിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്, ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും എന്തോ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയില്ല, അതായത് കിട്ടാനായിട്ട് പരിശ്രമിക്കുന്ന എന്തോ ഒരു എനർജി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവരുടെ ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇവരുടെ ഉദ്ദേശം എന്താണ്? കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സും ലവേഴ്സും റിവേഴ്സും ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് കാർഡ്സ് ഉണ്ട് കുറച്ച്, പക്ഷെ നിങ്ങളുടെ ഇതിൽ വരുന്നത് നെഗറ്റീവ് കാർഡ്സ് ആണ്. നേരത്തെ പോസിറ്റീവ് കാർഡ് ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ എന്നാലും തലകുത്തി മറിച്ചില്ലല്ലോ ഞാൻ. അതിൽ കൂടുതലും നെഗറ്റീവ് കാർഡ്സ് ആണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ഇവരുടെ ഉദ്ദേശം ഇതിങ്ങനെയല്ലേ വന്നത്, ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഭയങ്കര സീക്രട്ടീവ് ആയിട്ടുള്ള എനർജി ആണെന്നുണ്ട്. മൂൺ കാർഡ് കാണുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കും, കറക്റ്റ് ആയതുകൊണ്ട്. നെഗറ്റീവ് റീഡിങ് ഉണ്ട്, എൻ്റെ കാർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കിട്ടിയത് ഇങ്ങനെ തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. എനിക്കൊരു ലവേഴ്സ് കണ്ടുകൊണ്ടാണ്. ഇതൊരു നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണോ, നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്ന ആളാണോ എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ നെഗറ്റീവ് റിവേഴ്സ് ലവേഴ്സ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ പണമുള്ള ആളാണ്, നല്ല ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരോ ബിസിനസ് നല്ലോണം നടത്തണം, നിങ്ങളെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമുള്ള ആളാണ്. ചിലപ്പോൾ നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, നിങ്ങളുടെ ബിസിനസ്സിലെ പാർട്ട്ണർ ആയിരിക്കണം, ആവണം എന്നില്ല. ഇത് കണ്ടിട്ട് ജനറൽ റീഡ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്, കാരണം ജനറൽ റീഡ് എപ്പോഴും ആക്യുറേറ്റ് ആവണം എന്നില്ല കേട്ടോ. പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഡിസിഷൻ എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. ഭയങ്കര ആർത്തിയുള്ള ഒരു എനർജി പോലെ. ഈ ഒരു എനർജിയാണ് ഈ ഒരു പണി ഉണ്ടാക്കുക. ആർത്തി മാത്രമല്ല, ഇവിടെ ഒരു റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി ഇല്ലാത്ത, അപ്പോൾ കൈവിട്ട് പോയ ആരെയോ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് കേട്ടോ. ഒരു ഓഫർ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരു മദർ ഓഫ് കപ്പ്, അൺകണ്ടീഷണൽ ലവ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഈ ഒരു സ്നേഹം അനുഭവിച്ച ഒരാൾ തിരിച്ച് ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഒരു കർമ്മ സിറ്റുവേഷനാണ് ഇവിടെ, കാർമിക് സിറ്റുവേഷനാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല. ലവേഴ്സിനെ ഇവിടെ റിവേഴ്സായിട്ട് കാണിക്കുന്ന ഒട്ടും ഹാർമണി ഇല്ലായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആവാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ എക്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടുണ്ടായിരുന്ന ഒരു ക്രഷ് ആവാം. എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ ഒരാൾ തിരിച്ചു വരികയാണ്. നിങ്ങളെ ഉപദ്രവിക്കുക എന്ന് തന്നെയാണ്, എന്ന് വെച്ചാൽ ഉപദ്രവിച്ച് നിങ്ങളെ സ്വന്തമാക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോഡിയാക് സൈൻ, നിങ്ങൾക്ക് ഗൈഡൻസിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. കാരണം കാര്യമാണ് അറിയേണ്ടത്, മനസ്സിലായോ? ഞാനിപ്പോൾ ഗൈഡൻസ് പറഞ്ഞിട്ട് പേഴ്സണൽ അല്ല, ഇത് ജനറലാണ്. അപ്പോൾ ജനറലിൽ ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നില്ല, കാരണം അതനുസരിച്ച് പെരുമാറും. അത് വേണ്ട, നിങ്ങളുടെ കാര്യം അറിയാം നിങ്ങൾ. അപ്പോൾ സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Sagittarius, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഫസ്റ്റ് എടുത്തവരെ റീഡിങ് നിർത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ റീഡിങ് കേട്ടോ. ഇവരുടെയാണ് രണ്ടാമത്തെ റീഡിങ്. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഈ ഓറക്കിൾ മെസ്സേജ് നമ്മൾ എനിമീസ്, ശത്രുക്കളുണ്ടോ എന്ന് നോക്കുമ്പോൾ മാത്രം എടുക്കുന്നില്ല. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്ത് തരമാണെന്ന്.
റെസനേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ എല്ലാവർക്കും. എല്ലാവരും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു റീഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് പറയുന്നത്. പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് എടുക്കുക. അതല്ലാണ്ട് ചാടി കയറി നിങ്ങളൊന്നും ചെയ്യരുത്. കുറേ കാർഡ്സ് വീണിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ലോങ് ജേർണി, ഒരു വളരെ ദീർഘമായ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂറുള്ള സമയത്ത് 28 മണിക്കൂറിന് ചെയ്യാനുള്ള ജോലി നിങ്ങൾ എടുത്ത് 4 മണിക്കൂറിൻ്റെ ജോലി പെൻഡിങ് വരും. അപ്പോൾ ആ 4 മണിക്കൂർ ഉള്ള ജോലി എങ്കിലും നിങ്ങൾ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് സമയമില്ല എന്ന് ദൃഢമായിട്ട് പറയാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. തേർഡ് ഐ ചക്ര, 3-ാം കണ്ണ്, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ആ ഒരു ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്രയിൽ. അപ്പോൾ അത് അൺബ്ലോക്ക് ചെയ്താലേ നിങ്ങൾക്ക് കാര്യങ്ങൾ, ശരിക്കുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. ഇവിടെ ഡിവൈൻ ഗൈഡൻസ് 2 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദൈവം വഴി കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലിരുന്ന് പറയും. അതല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കും. അപ്പോൾ ഗോസിപ്പ് അല്ലാതെ നമ്മളുടെ ലൈഫിലേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതല്ലെങ്കിൽ സിഗ്നൽസ് കാണിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ. പക്ഷെ മിക്കവർക്കും അറിയാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതൊന്നും. അപ്പോൾ ദൈവം നമുക്ക് വഴി കാട്ടുന്നുണ്ട്, നമുക്കത് കാണാനുള്ള കണ്ണില്ല. അത്രയും പറഞ്ഞാൽ മതി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. അപ്പോൾ ഇത് ശിവ ജപം, ഓം നമോ ഭഗവതേ രുദ്രായ. ഇത് ജപിക്കണമെന്നാണ് പറയുന്നത്. അതെല്ലാവരും ജപിക്കില്ല. നിങ്ങളുടെ എല്ലാവർക്കും ഓരോ വഴികൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ദൈവത്തിലേക്ക് അടുക്കാമെന്ന്. അതിന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ സാക്രിഫൈസ്, നിങ്ങൾക്ക് ഭയങ്കര ആർത്തിയുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഭയങ്കര ഒബ്സഷനുള്ളൊരു സാധനം, ഡിസയർ ഉള്ളൊരു സാധനം, പക്ഷേ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും പോയിസണായിട്ട് മാറുമ്പോൾ അത് ഉപേക്ഷിക്കണം. അതാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ത്രോട്ട് ചക്രയ്ക്കും സംസാരത്തിലും പ്രശ്നമുണ്ട്. നിങ്ങൾ ശരിയായ കാര്യങ്ങൾ കാണുന്നില്ല. ജ്ഞാനക്കണ്ണിലും പ്രശ്നമുണ്ട്. അത് അൺബ്ലോക്ക് ചെയ്യണം. മറ്റുള്ളവരോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കണം. ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്, അല്ലാതെ നിങ്ങളുടെ പൈസ മാത്രമല്ല വേണ്ടത് എന്നാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ കുറേ ഭയമുണ്ട്, നിങ്ങൾക്ക് കുറേ ശത്രുക്കളുണ്ട്, അഡ്വേഴ്സിറ്റി. അതിനെ അതിജീവിക്കാനായിട്ട് ദൈവത്തിനോടുള്ള സഹായം നേടണം. അപ്പോൾ ഇതിനകത്ത് കണ്ണ് കാണിച്ചു നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് കേട്ടോ. നമുക്ക് ഇനി റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആരുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഒരു യാത്രയ്ക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടാവും ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, ഭയങ്കര ഇമ്പൾസീവായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു എനർജിയിലായിരിക്കാം. ആരെയോ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഒരു ഡെവൽ എനർജി ഞാൻ കണ്ടു. ചിലപ്പോൾ ഒരു കാപ്രിക്കോൺ സൈൻ ആയിരിക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എനർജി. ആവണമെന്നില്ല. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈനാണ്. അപ്പോൾ ഇവിടെ വർക്ക് റിലേറ്റഡ് ആണ്, എന്തോ ഒരു ജോലിയുടെ കാര്യത്തിലാണ് നിങ്ങൾ വളരെ അപ്പോൾ ഇവിടെ ഒരു കാർഡ് നമ്മൾ കണ്ടില്ലേ, നിങ്ങൾക്ക് 24, ഞാൻ പറഞ്ഞതാണ് 24 എക്സാമ്പിൾ പറഞ്ഞത്, 24 മണിക്കൂറിൻ്റെ സമയമുള്ളപ്പോൾ നിങ്ങൾ 28 മണിക്കൂറിൻ്റെ ജോലി ഏറ്റെടുത്തിട്ട് അത് എങ്ങും എത്താതെ ആകെ വിഷമിച്ചിരിക്കുന്നവരാണ്. ഇവിടെ ഒരു ജോലിയാണ് കാണിക്കുന്നത്. 8 ഓഫ് പെന്റക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ലിയോ ആണ്. അപ്പോൾ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾ ആരോടോ ഒന്നില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മറ്റേ ആൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതെനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയാനുള്ള ഒരു ഊർജം ആവാഹിക്കുകയായിരിക്കാം കേട്ടോ. ആവട്ടെ. ഓക്കെ, ഇനി നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി എന്താണ്? നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി എന്താണ്? ഓക്കെ, ജോലിയാണ്. അപ്പോൾ ഇത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഒരു നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവരാണോ അറിയില്ല. ഇവർ സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന പറയില്ലേ, നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ പ്രാക്ടീസിൻ്റെ പേരിൽ അപ്രൻറ്റിസായ നിങ്ങളെ ഭയങ്കരമായിട്ട് ദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോ ഒരു എനർജി. അപ്പം നിങ്ങളോട് ഏത് നേരം നിങ്ങൾക്ക് 24 മണിക്കൂറും പണിയാണ്, മനസ്സിലായി? നിങ്ങൾ ഫോണും കൊണ്ട് വീട്ടിലിരുന്ന നിങ്ങൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഓൺലൈൻ ജോലി ചെയ്യുന്നുണ്ട്, രാത്രി നിങ്ങൾക്ക് ഉറക്കമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾക്ക് തലവേദന. ഇവിടെ ഒരു മദർ ഓഫ് വോൺസിനെ കാണിക്കുന്നുണ്ട്, പിന്നെ കുറേ സ്ട്രെസ്സും കാണിക്കുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് അക്വാരിയസ്, ലിബ്ര, ജെമിനിയാണ്. അപ്പോൾ ഇത് മദർ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് വോൺസ് ആണ്. ഭയങ്കരമായിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള നമ്മൾ ലീഡർ നോക്കിക്കോ, ഒരു ലീഡർഷിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ കീഴിലുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കണം. അവർ മനുഷ്യരാണ് എന്നറിയാം. മനുഷ്യരും മാത്രമല്ല, മൃഗങ്ങളാണ്. കഴുതയാണെങ്കിലും കുതിരയാണെങ്കിലും ഒരു ഒട്ടകമാണെങ്കിലും വലിക്കുന്ന ആനിമൽസ് ഉണ്ടല്ലോ, ആനയാണെങ്കിലും ഒക്കെ അവർക്കൊരു പരിധിയുണ്ട്. പക്ഷേ നമ്മൾക്ക് 1000 രൂപ തരാം, 1 മണിക്കൂറിനുള്ളിൽ പണി തീർക്കണം എന്ന് പറയുമ്പോൾ ആന പോലെ അത്രയും വലിപ്പമുള്ള ഭാരങ്ങൾ നിങ്ങളെ കൊണ്ട് വലിപ്പിച്ച് ഇതുകൊണ്ട് ചത്തുപോകും, അസുഖം വരും. അപ്പോൾ ദീർഘത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അപ്പോഴത്തെ കാര്യം നോക്കുന്ന വളരെ ചുരുങ്ങിയ മനസ്സുള്ള കുറേ ആളുകളുണ്ട്. അതിലൊരാളാണ് നിങ്ങളുടെ. അപ്പം നിങ്ങളെ ശരിക്കും ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ എനർജി. നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കാം. മനസ്സിലായി? ഇത് പോരാ, ഈ ജോലി പോരാ, ഇതിനുള്ള ശമ്പളം പോരാ, ഇനി വേറെ ജോലി നോക്കണം, നിങ്ങളതിൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങളെ പ്രൊമോഷൻ മേടിക്കണം. ഭയങ്കര തലവേദന തരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഒരു രക്ഷയില്ല. 24 മണിക്കൂറും നിങ്ങൾക്ക് തലവേദനയാണ് കേട്ടോ ഈ എനർജി കൊണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടെന്നാണ് കാണിച്ചത്, പക്ഷെ അത് ജോലിയിലുള്ളവരെ തന്നെയാണ് കാണിക്കുന്നത്. 2 കാർഡ് എടുക്കുന്നുണ്ട്. ഇവിടെ ക്യാൻസർ, സോഡിയാക് സൈനും അക്വാരിയസ്, ലിബ്ര, ജെമിനിയുമാണ് കാണുന്നത്. ഇവിടെ വാളും കൊണ്ട് നിങ്ങളുടെ പുറകെ നടക്കുന്ന ഒരാൾ, വടിയും കൊണ്ട് പുറകെ നടക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇത് വാള് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളെപ്പോഴും ജഡ്ജ് ചെയ്യുന്ന ഒരു എനർജി. നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ അങ്ങനെ മറ്റേയാളെ നോക്കും, നിങ്ങളെ കമ്പയർ ചെയ്യുന്ന ഒരു എനർജി, അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ വളരെ മനസ്സ് ഭയങ്കര ശക്തിയുള്ള, കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നുന്ന, പക്ഷേ മനക്കെട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ വഴി തെളിച്ച് അവർ മുമ്പോട്ട് പോകാൻ കഴിവുള്ളവരാണ്. മറ്റുള്ളവരെല്ലാം അവർ തട്ടി മാറ്റിക്കൊണ്ട് പോകാൻ കഴിവുള്ളവരാണിത്. അപ്പോൾ ഇവർ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്, ഭയങ്കര വിൽ പവറുള്ള. അപ്പം നിങ്ങളെ ഒരു ഇവർ വിചാരിക്കുന്ന വഴിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഒരു ക്യാൻസർ, സോഡിയാക് സൈനും അക്വാരിയസ്, ലിബ്ര, ജെമിനിയും ഞാൻ പറഞ്ഞ പോലെ. ആരാണ് നിങ്ങളുടെ ശത്രു? നമുക്കൊന്ന് നോക്കാം. നിങ്ങളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന, നിങ്ങളെ ഉന്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് അവർക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളെ ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ട് സോറോ കാണിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്ന ഒരു എനർജി ഉണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാളും പിടിച്ച് എല്ലാവരെയും ജഡ്ജ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ ഈ ഫെനാറ്റിക് എന്നൊരു വേർഡുണ്ട്, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. ഫെനാറ്റിക് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ തെറ്റും ശരിയും നോക്കാതെ ഫോളോ, അതൊരു എനർജിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇതാണ് കാർഡാണ് തിരിഞ്ഞത്. ഇത് ഫോൾസ്നെസ് ആണ് കാണിക്കുന്നത്. ഫോൾസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്ന, നിങ്ങൾക്ക് പാര വയ്ക്കുന്ന ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു പൂച്ചയാണ് കാണിക്കുന്നത്, കള്ളത്തരം ഉള്ളതാണ്. പൂച്ചയാണ്, കള്ളിപ്പൂച്ചയെന്ന് നമ്മൾ പറയില്ല, അതുപോലെ. മനസ്സിലാവുണ്ടോ? കൂടെ നമ്മൾ ഭയങ്കര ക്യൂട്ടായിരിക്കും കാണാനായിട്ട്, ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ത്രീയോ പുരുഷനുമാണ്. പക്ഷെ ഉള്ളു മുഴുവനും ഭയങ്കര സ്വാർത്ഥതയുള്ള ഒരു എനർജി. അതാണ് പൂച്ചയെ കാണിക്കുക. പൂച്ച എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുത്താൽ കൂടെ വരും, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടെ അന്വേഷിച്ചു പോകും.
പട്ടികൾ അങ്ങനെയല്ല. പട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ കാൽച്ചുവട്ടിൽ കിടക്കും അവർ. അങ്ങനെയാണ് പട്ടികൾ. പൂച്ചകളുടെ വ്യത്യാസം, പൂച്ചകൾക്ക് ആരെങ്കിലും വേറെ ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണമാണ് അവരുടെ മെയിൻ. അതുകൊണ്ടാണ് സെൽഫിഷാന്ന് പറയുന്നത് പൂച്ചകളെ. എനിക്ക് വൈരാഗ്യമില്ല മൃഗങ്ങളോടൊന്നും കേട്ടോ. എല്ലാം എനിക്ക് ഒരുപോലെയാണ്, എല്ലാവരും എനിക്കിഷ്ടമാണ്. പക്ഷെ ഇവിടെ കാണിക്കുന്നത് പൂച്ചയുടെ ആ ഒരു സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കും, കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഉപദ്രവിക്കുമായിരിക്കാം, അറിയില്ല. പൂച്ചകൾ മാന്തുകയൊക്കെ ചെയ്യുമല്ലോ. പൂച്ചകൾക്ക് ഷോർട്ട് ടേം മെമ്മറി ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പട്ടികൾ ലോങ് ടേം മെമ്മറിയാണ്. അവർ ഓർമ്മ ഭയങ്കര, പൂച്ചകൾക്ക് ഓർമ്മ ഭയങ്കര കുറവാണ്. നമ്മളിപ്പോൾ ഒരു പൂച്ചയെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നൊരു പൂച്ചയെ വേറൊരു പൂച്ച വീട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടേതാണ് ആ പൂച്ച. ആ പൂച്ചയ്ക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല. എല്ലാവരുടെ ക്യാരക്ടറും അല്ല, ഓരോരുത്തരും ഓരോ ക്യാരക്ടർ ഉണ്ട്. പക്ഷെ 90% പൂച്ചകളും ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇഴുകിച്ചേരും. അവർക്ക് ഓർമ്മ ഭയങ്കര കുറവാണ്. ഓക്കെ, അത് ദൈവം കൊടുത്തേക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും. ഓർമ്മകൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറീസ് ദൈവാനുഗ്രഹമാണ്. പക്ഷെ ചിലർ ഷോർട്ട് ടേം മെമ്മറി അത് വലുതാക്കി ലോങ് ടേം അതിനെ പരിപാലിച്ച് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ, ജീവിക്കാൻ മറന്നുപോകും. അങ്ങനെയുള്ള ഒരു എനർജി വരാറുണ്ട്. അപ്പോൾ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരോ ഒരാളുണ്ട്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വിടാതെ പിടികൂടിയിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഒരു തരത്തിലും വിടാതെ പിടികൂടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രെയിനർ ആയിരിക്കാം ഇത് കേട്ടോ. ഡോട്ടർ ഓഫ് പെന്റക്കിൾസ് എന്നൊരു ഓഫറും ആവാം, ഒരു ട്രെയിനി, നമ്മളെ ഒരു പുതിയ സ്കില്ല് ലേൺ ചെയ്യുടെ എല്ലാം ജോലിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ കാണിക്കുന്നത് കേട്ടോ. ഇത് റിലേഷൻഷിപ്പ് ആവാൻ വഴിയില്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള ആൾ നിങ്ങളെ പുഷ് ചെയ്യുന്ന ഒരു എനർജി. കൂടുതൽ പൈസ ഉണ്ടാക്കുക, മറ്റേയാളെ പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു എനർജി ഉണ്ട്. അത് വേറെ. പക്ഷെ ഇത് ജോലിയെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഡോട്ടർ ഓഫ് വോൺസ്, 2 ഇമ്മച്യൂർ എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെയും കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നിങ്ങളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, എല്ലാവർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. എല്ലാവരും നമുക്ക് എന്തെങ്കിലും നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വിചാരിക്കുക, അതിനെനിക്ക് ആരും കാണുന്നില്ല, പിന്നെ എനിക്ക് മനസ്സ് മടുക്കും. എല്ലാവരും അപ്രീസിയേഷനും ഒരു തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷയുള്ളവരാണ് എല്ലാവരും. ജീവൻ ഒരു ഇത് കൊടുക്കുന്നത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എല്ലാ ജീവനും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങളെ പുഷ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ അത് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? അപ്പം നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഫയർ സൈൻ ആണ് ഇവിടെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഇതൊരു ലിയോ ആവണം എന്നില്ല. ലിയോ എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ പൂച്ചയാണ്. പൂച്ചയെ പൊതുവെ ലിയോ എന്നാണ് പറയുക. സിംഹം, അതാണ് അവരുടെ സിമ്പല്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ലിയോസും ആവണം എന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം നിങ്ങളെ ഫൂളാക്കുക, ഒന്ന്. രണ്ടാമത്തത് ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് അവർ തിരിച്ചു വിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇത്രയുമല്ല നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. എൻ്റെ പറഞ്ഞില്ലേ, നീ ഇപ്പം ഇത്രയും 80 മാർക്ക് മേടിച്ചു, പക്ഷെ നിന്റെ കപ്പാസിറ്റി 100. അടുത്ത പ്രാവശ്യം നീ 100 മാർക്കിന് ട്രൈ ചെയ്യണം. അപ്പം നിങ്ങളിൽ ഒരു വലിയൊരു കപ്പാസിറ്റി കാണുന്ന ആരോ ആണിത്. നിങ്ങളിൽ കൊണ്ട് കൂടുതൽ ജോലി എടുത്ത് അവർക്ക് പൈസ സമ്പാദിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഇവർക്ക് കട്ടെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും അല്ല, അവൻ അതിൽ കൂടുതൽ പണിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്ക് ഇതിൽ കൂടുതൽ പറ്റും, മടിച്ചിയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതുപോലത്തെ ഒരു എനർജി കൊണ്ട് കാണിക്കുന്നത്. ക്വീൻ ഓഫ് വോൺസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ കഴിവില്ലായ്മ കാണിക്കുക, മറ്റുള്ളവരെ കാണിക്കുക. ഇത് നിങ്ങളുടെ വൈഫ് ആവാം, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട് ആവാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ ഭയങ്കര കള്ളത്തരമുള്ള ഒരു എനർജി ആയതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ നിന്ന് ചതിക്കുകയാണ്. നിങ്ങളെ ചിരിച്ച് കാണിച്ചിട്ട് നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതൊരു ഭയങ്കര ദുഷ്ട മനസ്സുള്ള ഒരു എനർജിയാണ്, ഒരു സ്ത്രീ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കുഴി ചാടിക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്, സ്റ്റാർ. അതല്ലെങ്കിൽ നിങ്ങളുടെ പുറകിൽ നിന്ന് ഭയങ്കര ആർത്തിയുള്ള ഒരു എനർജി ആയിട്ടും വരും. പൈസയോട് ഭയങ്കര ആർത്തി, പ്രശസ്തിയോട് ഭയങ്കര ആർത്തി.
ചെകുത്താനുണ്ട് ഇവിടെ. കാപ്രിക്കോൺ, ഞാൻ കാപ്രിക്കോൺ എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ഇതിലല്ലേ, ഈ റീഡിങ്ങിലല്ലേ പറഞ്ഞു കാപ്രിക്കോൺ കണ്ടു എന്ന് പറഞ്ഞു ചെകുത്താൻ. അതാ നിങ്ങളാണോ അത് വേറെയാണോ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. പക്ഷേ ഇവിടെ ചെകുത്താനെ കാണിക്കുന്നുണ്ട്. പിന്നെയും ഫൂള് കണ്ടോ? അപ്പം നിങ്ങളെ ചില റിലേഷൻഷിപ്പിൽ, എനിക്ക് പേഴ്സണൽ റീഡിങ് വരുന്നതിലുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്, ചില റീഡിങ്ങിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാളും രണ്ട് പേര് തമ്മിൽ, അപ്പോൾ ചിലർ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്, അവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു മറ്റുള്ളവരോട് ഇടപെടുക, അവരെല്ലാവരും ഒരു കസ്റ്റമറായിട്ടാണ് കാണുക. കസ്റ്റമേഴ്സ് പണ്ടത്തെ ചിന്ത എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഒരിക്കലും തെറ്റാവില്ല, അവരെന്ത് പറഞ്ഞാലും യെസ് മൂളണം, അവരെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്യണ്ട, കാലം മാറി, ചിന്താഗതി മാറി, കസ്റ്റമേഴ്സ് എപ്പോഴും ശരിയല്ല എന്ന ഒരു ബോധം ആൾക്കാർക്ക് വന്നു തുടങ്ങി. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇവിടെ അപ്പോൾ ഈ ഒരു എനർജി കണ്ടുകൊണ്ട് ഞാൻ പറയാണ്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഭയങ്കര ആരെയും മുഷിപ്പിക്കില്ല, പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇവരാരെയും ചേർത്ത് പിടിക്കുന്നില്ല. ഇവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും, നിങ്ങളെ നിർവികാരമായിട്ട് അവർ അഡ്വൈസ് തരും. അങ്ങനെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുക, നിങ്ങളെ ആകർഷിക്കുക, നിങ്ങളെ ഒരു സിറ്റുവേഷനിലേക്ക് വലിച്ചെടുക്കുക, അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചെകുത്താൻ എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിക്കും. ചെകുത്താൻ്റെ സ്വാർത്ഥതയുള്ളൊരു എനർജി ആയിട്ടാണ് ചെകുത്താനെ കാണിക്കുന്നത്. ചെകുത്താൻ ഭയങ്കര സ്വാർത്ഥതയുള്ള എനർജിയാണ് താനും. ആ പേഴ്സൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുഴിയിൽ വീണാൽ അപ്പം തന്നെ മാറിക്കളയും, നമ്മളെ സഹായിക്കില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. നിങ്ങളുടെ കൂടെയുള്ള ആളാണോ, നിങ്ങളുടെ വൈഫാണോ ഹസ്ബൻഡാണോ എന്നറിയില്ല. എന്തായാലും ഉദ്ദേശം നിങ്ങൾ വഴി ഈ പേഴ്സണ് പൈസ നല്ലോണം ഉണ്ടാക്കണം, നിങ്ങൾ വഴി പ്രശസ്തി ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ പാടാൻ വലിയ കഴിവില്ലാത്ത ആളായിരിക്കും, പക്ഷേ പുറകിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യും, അതിൽ പോയി പാടി, ഇതിൽ പോയി, കാരണം കൂടെ എനിക്കും മുല്ലപ്പൂമ്പൊടി എടുക്കും, ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ. അത് പോസിറ്റീവാണ്. പക്ഷെ ഇവിടെ നെഗറ്റീവാണ്, കാരണം നിങ്ങൾ ഉയർന്നാൽ ഇവർക്കും പേരും പ്രശസ്തിയും കിട്ടും നിങ്ങളുടെ കൂടെ. അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന അതിലേക്ക് എത്തില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. മനസ്സിലായോ? ആ ഒരു ഇതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും പുഷ് ചെയ്ത്, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ ഉപരിയായിട്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്നവർ. ഇതാണ് ഇവരുടെ ഉദ്ദേശം. മനസ്സിലായോ? ഇവരെ നിങ്ങളെ എങ്ങനെയെങ്കിലും കുഴി ചാടിക്കുന്നത് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ ഇവർ പോകും. മനസ്സിലായോ? പണ്ടൊക്കെ സിനിമാ നടികൾ, കുട്ടികൾ, ഇപ്പോൾ നമ്മളുടെ ഷക്കീല, അവരെ ഞാൻ കുറ്റം പറയുമോ നല്ലത് പറയാമല്ലോ ചെയ്യുന്ന, അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അവരുടെ വീട്ടുകാരാണ് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ അഭിനയിച്ചു. പക്ഷേ വീട്ടുകാർ ഇവരുടെ അവരെ അഭിനയിപ്പിച്ചിട്ട് ഒരു ചെറിയ 10-16 വയസ്സുള്ളപ്പോഴാണ് സിനിമയിൽ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സ്ത്രീകളുണ്ട്, കുറേ പുരുഷന്മാരുണ്ട്, നാടകന്മാരുണ്ട്, നായികമാരുണ്ട്. ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയി, ചിലർ പെട്ടുപോയി. അപ്പോൾ ഇവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഇവർ പറഞ്ഞാൽ ഇവർ വീട്ടുകാർക്ക് വേണ്ടി പൈസ എല്ലാം വീട്ടുകാരെടുത്തു. അവസാനം ഇവർക്ക് ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ പൊതുവേ അവർക്കൊരു വില കൊടുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ അവർക്ക് അവസാനം പൈസ ഇല്ലാണ്ടായി, സിനിമ ഇല്ലാണ്ട് എല്ലാവരും ഉപേക്ഷിച്ചു. മനസ്സിലായി? അതൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ ഏകദേശം കാണിക്കുന്നത്. മനസ്സിലാവുണ്ടോ? നമ്മൾ ചീത്തപ്പേരായി കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴിക്ക് പോയാലും പൈസ വേണം, പക്ഷേ ഒരു വഴിക്ക് പോയിട്ട് ചീത്തപ്പേരായി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പിന്നെ നമ്മളെ വേണ്ട. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെകുത്താൻ്റെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് റെസനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇതാണ് അപ്പോൾ നിങ്ങളുടെ റീഡിങ്. ഇത് ആരുടെ റീഡിംഗ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഗൈഡൻസ് ഞാൻ തരുന്നില്ല. ഗൈഡൻസ് തന്നാൽ അത് ചിലർക്ക് റെസനേറ്റ് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായിട്ട് ഈ റീഡിങ് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കരുത് കേട്ടോ. റെസനേറ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കി എടുക്കുക. അതല്ല ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ റീഡിങ് എടുക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കാൻ നിൽക്കരുത് പ്ലീസ്, പണിയാവും കേട്ടോ. അപ്പോൾ അവസാനത്തെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. അവസാനത്തെ റീഡിംഗ് ആണ്. ഭഗവാനെ, ഓറക്കിൾ മെസ്സേജ് നോക്കാം നമുക്ക് ആദ്യം കേട്ടോ. ഭഗവാനെ, പൈസ ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. പൈസ ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.
ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴും ഞാൻ ആൾക്കാരോട് ഞാൻ ഈ നിങ്ങൾ കാണുന്ന പോലെയുള്ള റീഡിങ്ങാണ് പേഴ്സണൽ റീഡിങ്ങിലും എടുക്കുക. ഞാൻ വളരെ പച്ചയായിട്ട് കാര്യം പറയുകയും ചെയ്യും. മറ്റുള്ളവർക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അവരെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാണുന്ന കാര്യം അതുപോലെ പറയും. ചിലർക്ക് ഭയങ്കര വിഷമാവാറുണ്ട്. എന്നാലും ആരെങ്കിലുമൊക്കെ അത് കേട്ടിട്ട് മാനസാന്തരം വന്ന് നേരം മീൻസ് ദുഃഖം ഉണ്ടാക്കുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണെങ്കിൽ കൊള്ളാലോ. അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിങ്ങിൽ ഭയങ്കര ഇതായിട്ട് പറയുന്നത്, ചില കാണുന്നത് പറയുന്നത്. അപ്പോൾ ഇവിടെ സാക്രിഫൈസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനിലാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ കൂടെയുള്ളവരും എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ആ വിഷം നിങ്ങൾ പതുക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, രണ്ട് തരം മീനിങ് ആണ് എനിക്ക് വരാറുള്ളത് തോന്നുന്നത്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സാക്രിഫൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ശിവഭഗവാൻ പോയിസൺ, കാളകൂട വിഷമാണിത്. ഇത് മഥനം, ഒരു പർവ്വതം, എന്ത് പർവ്വതമാണ്, എന്ത് പർവ്വതം പേര് ഓർമ്മയില്ല, മറന്നു പ്രായമായി. അപ്പോൾ ആ പർവ്വതം മഥനം ചെയ്യുമ്പോൾ അതിനെ യൂസ് ചെയ്യുന്നൊരു സർപ്പത്തെയാണ്. കാളകൻ അല്ല, ഏതൊരു സർപ്പത്തിനെ യൂസ് ചെയ്യുമ്പോൾ സർപ്പത്തിൻ്റെ വായിൽ നിന്നാണോ അതോ ആ മഥനത്തിൽ അമൃതവും വരും, അതുപോലെ തന്നെ വിഷവും, കാളകൂട വിഷവും പൊങ്ങി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡാണ് എല്ലാ കാര്യങ്ങളിലും, വിഷവും അമൃതും. മനസ്സിലായോ? ഒരെണ്ണം ജീവൻ കൊടുക്കാൻ കഴിവുള്ളത്, ഒരെണ്ണം ജീവൻ എടുക്കാൻ കഴിവുള്ളത്. അത് രണ്ടും. അപ്പോൾ ജീവൻ എടുക്കാൻ കഴിവുള്ളത്, അപ്പോൾ ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, എവിടെയും വെക്കാൻ പറ്റില്ല ഈ വിഷം. അപ്പോൾ അതുകൊണ്ട് ശിവഭഗവാൻ സാക്രിഫൈസ് ഞാൻ കുടിക്കാമെന്ന് പറയും. ശിവൻ കുടിക്കുമ്പോൾ പാർവതി ദേവിയാണോ ആരോ ആണെന്നല്ല, കഴുത്തിന് പിടിക്കും പിന്നെ ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ കഴുത്തിൽ ആണ് നീലകണ്ഠൻ എന്ന് ശിവന് പേര് വരുന്നത് അതുകൊണ്ടാണ്. കാരണം കഴുത്തിൽ വിഷമാണ്. വിഷത്തിന് എന്തുകൊണ്ടാണ് നീല കളറെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നീല കളറിലാണ് കഴുത്ത് കിടക്കുന്നത്. അപ്പോൾ അത് ഭൂമിയെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശിവഭഗവാൻ അത് കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സാക്രിഫൈസിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് പക്ഷെ നമ്മൾക്ക് ദുരിതമുണ്ടാക്കുന്ന, നമ്മുടെ കൂടെയുള്ളവരും ദുരിതമുണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ അത് വേണ്ടാന്ന് വെക്കുക. എന്നുവെച്ചാൽ ഇത് ശിവഭഗവാൻ സാക്രിഫൈസ് ആണ്, വേണ്ടാന്ന് വെക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്, ഇത് ഞാൻ വിശദീകരിച്ച് വരുമ്പോൾ കുളമാവും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എത്ര വേണ്ട സാധനമാണെങ്കിലും ലോക നന്മയ്ക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് അത് വേണ്ടാന്ന് വയ്ക്കുക. അതാണ് സാക്രിഫൈസിൻ്റെ ഉദ്ദേശം. സോറി, ഇനി അധികം പോകുന്നില്ല, കുളമാവും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കാം. ഇതിനകത്ത് ഒരു കാർഡേ ഉള്ളൂ, ഒരു നെഗറ്റീവ് കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ പോസിറ്റീവ് ആക്കാണ്. ഇനി വരുമ്പോൾ നെഗറ്റീവ് വരികയാണെങ്കിൽ അത് വരേണ്ടതാണ് കേട്ടോ. ടേബിളിനെ കണ്ടു ഞാൻ. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി എന്താണ് ഇപ്പോഴത്തെ? നിങ്ങളുടെ എനർജി എല്ലാ കാർഡ്, കുറേ കാർഡ്സ് ഉണ്ട്, അത് എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. 3 ഓഫ് പെന്റക്കിൾസ്, എന്നിട്ടും റിവേഴ്സ് വന്നാണ്ടോ, അത് വരാനുള്ള കാർഡ്, ഇതെല്ലാം പോസിറ്റീവാണ് കണ്ടോ. അതാണ് വരേണ്ടത് വരും, വഴി തന്നില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. 3 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സാണ്. ഇവിടെ ഒരു നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ജോലി എടുക്കുന്നവരാണോ, നിങ്ങളുടെ ബന്ധുക്കളാണോ, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദർ, അതല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഭാര്യ, കുട്ടികൾ, ആ ഒരു സിറ്റുവേഷനിലാണോ എന്നറിയില്ല. ഇവിടെ ഒരു സന്തോഷമില്ലായ്മയുണ്ട്, ഒരു ഒറ്റപ്പൂരാട സ്വഭാവമുള്ള പോലത്തെ ഒരു എനർജി. എന്നുവെച്ചാൽ ഒരു ടീം വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി ആയിട്ടും ഇത് കാണിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ 4 പേരുണ്ട്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതാണ് ഇഷ്ടം. കാരണം ചിലരെ കുറ്റം പറയാൻ പറ്റില്ല. ചിലരെന്താ പറ്റുകയെന്നറിയോ, നമ്മൾ ടീം വർക്ക് ചെയ്യുമ്പോൾ പലരെയും നമ്മൾ പല ജോലികൾ ഏൽപ്പിക്കുമ്പോൾ ചിലർ ആ ജോലി ഒന്നില്ലെങ്കിൽ ക്വാളിറ്റിയോടെ ചെയ്യില്ല, അല്ലെങ്കിൽ സമയത്തിന് ചെയ്തു തരില്ല. അപ്പോൾ അവസാനം നമ്മളുടെ തലയിൽ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആവാം. മനസ്സിലായി? അപ്പം മറ്റുള്ളവരുടെ പണി കൂടെ ചെയ്യുന്ന ഒരു എനർജി ആവാം ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹാർമണി ഇല്ലാതെ, ഒരു മനപ്പൊരുത്തം ഇല്ലാത്തത്, ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എന്താണെങ്കിലും
എല്ലാവരും ചെയ്യുന്ന ജോലി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര തലവേദനയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒരു ഫാദർ ഓഫ് സ്വേർഡ്സ്, കിങ് ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്ന 8 ഓഫ് സ്വേർഡ്സും കാണിക്കുന്നുണ്ട്. 8 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ഭയങ്കര തലവേദന. ഈ ഒരു എനർജി ഒരു വടിയും പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് ജഡ്ജ് ചെയ്യും. അത് ശരിയായില്ല, ഇത് ശരിയായില്ല. ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് ഈ പേഴ്സൺ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എനർജി നിങ്ങളുടെ തലയിൽ വന്ന് നിൽക്കുകയാണ്. അക്വയറസ് ലിബ്ര ജെമിനിയാണിത്. ടോറസ് വെർഗോ കാപ്രിക്കോൺ അക്വയറസ് ലിബ്ര ജെമിനി. സ്ട്രോങ് ആയിട്ട് എയർ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരാൾ നിങ്ങളൊരു വടിയും കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നല്ലത് ചെയ്താലേ അപ്രീഷിയേറ്റ് ചെയ്യില്ല, പക്ഷേ നെഗറ്റീവ് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൊക്കിപ്പിടിച്ച് എല്ലാവരും പറഞ്ഞ് അറിയിക്കുന്ന ഒരു എനർജിയാണിത്. വളരെ തലവേദന പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ്, മനസ്സിലായി? ഒരു ഹാപ്പിനെസ് ഇല്ല, കാരണം അപ്രീസിയേഷൻ ഒരു തരത്തിലും കിട്ടുന്നില്ല ഇവിടെ. അങ്ങനെ ഒരു കൊണ്ടുള്ളൊരു പ്രശ്നം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി എന്താണ്? നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ഇപ്പോൾ എന്താണ്? നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി, നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ, നിങ്ങളുടെ ചുറ്റും ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ആർക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാം, ആര് ബെറ്റർ ആയിട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു പ്രൈസ് അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഇവർ ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് ഇതിൻ്റെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന പോലെ, മനസ്സിലായോ? അപ്പം നിങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ ഫോഴ്സ് ചെയ്യപ്പെടും ഇവിടെ. മറ്റുള്ളവർ നിങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ട്. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾ ഇത് കണ്ടോ, ഈ ഒരാളിങ്ങനെ നിൽക്കുകയാണ് വടി. കാരണം എന്താ? ഇയാളുടെ ചുറ്റും വടി കൊണ്ട് ആളുകളുണ്ട്. ഇതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് പണി തരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുക്കേണ്ടി വരുന്നു. ഇവരെല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എതിരായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതാണ് നിങ്ങൾക്ക് കുറേ എതിർപ്പുകളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തു ഒറ്റയ്ക്ക് ജീവിതം തുഴയാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട ഏതൊരു എനർജിയാണ് നിങ്ങൾ ചുറ്റും. ഇതാണ് എനർജി, നെഗറ്റീവ് എനർജീസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന എനർജി. അപ്പോൾ ഇവിടെ ഒരു ഫൂൾ കാർഡ് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഫൂളാക്കാനായിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഇവർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അളമുട്ടിയാൽ എന്താ പറയുക, ആരാണ് ചേരയും കടിക്കുന്നതെന്ന് പറയുക. ഓക്കെ, ചേര സാധാരണ ഉപദ്രവിക്കില്ല എന്ന് പറയും, പക്ഷെ അളമുട്ടിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും പ്രതിരോധിക്കുമല്ലോ. ഒരിക്കൽ ഞാൻ വെറുതെ സന്ദർഭശാൽ പറയുന്ന ഒരു എലി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവൻ അതിനകത്ത് കയറി. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവനെ ഓടി നടക്കുക. എനിക്ക് പേടിയാണ്, നിങ്ങളെ എല്ലാത്തിനും പേടിയാണ്, എന്നാലും ഇതിന് ഭയങ്കര പേടിയാണ്. എന്നുവെച്ചാൽ ഇതിന് അറിയില്ലല്ലോ ഇതെങ്ങനെ പുറത്തേക്ക് വിടും. ഇത് ജനല് വഴി കയറിയതാ. ഞാൻ എന്നിട്ട് ഒരു ചൂലും കൊണ്ട് ഇവനെ പുറകെ വാതിൽ തുറന്നിട്ട് ഇവ പോകുന്നില്ല. ഇവൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ചൂലും പൊക്കി ഇവനടുത്ത് ഓടിക്കാനായിട്ട് നോക്കണേ. ഇവൻ എന്താ പറയാ അവിടുത്തെ തൂണിൻ്റെ അവിടെ ആ കോർണറിൽ പോയിട്ട് ഇങ്ങനെ ശരിക്കും എഴുന്നേറ്റ് നിന്നു എലി. എന്നിട്ട് എന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞത്, ഭയങ്കര ചീത്തക്കറക്കുള്ളത് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് ഞാൻ കിടുങ്ങിപ്പോയി, ഇതെന്താണെന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ പേടിച്ചു, അവനും പേടിച്ചു. എന്നെ കണ്ടപ്പോൾ ചൂലും കൊണ്ടുവരുന്നത് ഭയങ്കര ബഹളം. അവൻ ഭയങ്കര ചീത്ത പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി അപ്പുറത്തെ റൂമിലേക്ക് പോയി. എന്താണെന്ന് അറിയില്ല ഉദ്ദേശം. ഇവ വേഗം ഓടി റോഡിലേക്ക് പോയി. ഒന്നും പറയണ്ട. അപ്പം ഞാൻ പറഞ്ഞ അളമുട്ടിയാൽ എല്ലാം പ്രതിരോധിക്കും, സൂക്ഷിക്കുക. എന്ത് ജീവിയാണെങ്കിലും അളമുട്ടിയാൽ, പ്രത്യേകിച്ച് പൂച്ചകളെയൊക്കെ നമ്മൾ റൂമിലിട്ട് ഉപദ്രവിക്കുകയോ അവരെ റൂമിൽ അടച്ചിടുകയോ നമ്മൾ അവരെ റൂമിലിട്ടിട്ട് തമാശയ്ക്ക് പോലും നമ്മൾ എന്തെങ്കിലും അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കഴുത്തി കയറി പിടിക്കും. അതാണ് പ്രതിരോധമാണത്. അത് നമ്മൾക്ക് ഉപദ്രവമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളെ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്, ട്രൈ ചെയ്യണം. ഇവർ ഫോഴ്സ് ചെയ്യണം നിങ്ങളെ. അപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് അവിടെ ഉണ്ടാവും. എംപ്രസിനെ കാണിക്കുന്നുണ്ട്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ ഈ കമ്പനിയിലുള്ള ഗ്രോത്ത് അത് നിന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു കരുവാക്കിയാണ് നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ, അവരാണ്. നിങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ടോ? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ശത്രുക്കളുണ്ടോ? ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഒരു ബിസിനസ് നടത്തുന്ന വളരെ ധനികനായ ഒരു എനർജിയാണിത്. വർക്കഹോളിക്കാണ്, 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു എനർജിയാണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് ടോറസ് ലീബ്രയാണ്. ഇത് സ്കോർപ്പിയോ ആണ്. ഇത് അക്വേറിയസ് ആണ്. ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. സോഡിയക് സൈൻസ് പറയാണ് ഞാൻ. അപ്പോൾ ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പിന്നെ ഒരു ലവേഴ്സും കൂടെ കാണിക്കുന്നുണ്ട്. ജെമിനാ എനർജിയാണിത്.
ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഭയങ്കര അപ്പോൾ ഇയാൾക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും നോട്ടമുണ്ടോ, അതോ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളാണോ നിങ്ങൾക്ക് പണി തരുന്നത്, ശത്രുവായിട്ടിരിക്കുന്നത്? ഈ പേഴ്സൺ വെറുതെ നിങ്ങളോട് സ്നേഹം അഭിനയിക്കുകയാണ്. കാരണം ശത്രു ആണോ എന്ന് ചോദ്യത്തിനാണ്, ശത്രു ഉണ്ടോ എന്ന് ചോദ്യത്തിലാണ് ഈ ലവേഴ്സ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ. ലവേഴ്സ് ഒറ്റയ്ക്ക് ഇവിടെ വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ ലവേഴ്സിന് ഒരു നെഗറ്റീവ് ഒരു ഇതുള്ള പോലെ സ്നേഹം അഭിനയിച്ച് നമ്മളെ കുഴിയിലിറക്കുന്ന ഒരാൾ. അപ്പം നമുക്ക് ആ എനർജി ഏതാണെന്ന് നോക്കാം. അതൊരു കാർഡ് തന്നാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇത് ആരാണിത് എന്ന് നമുക്ക് നോക്കാം. തരുമോന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ശത്രു ആരാണ്? നിങ്ങൾ സ്നേഹിക്കുന്ന ആളാണ്, അപ്പോൾ സ്നേഹിച്ച് പറ്റിക്കുന്ന ആളാണോ ഇത്? വളരെ ധനികനായ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഫോർച്യൂണാണ് നിങ്ങൾക്ക്, ഇത് ഫോർച്യൂണാണ്. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ സമ്പത്ത്. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾക്ക്, അപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ ആരെങ്കിലും പാര വയ്ക്കാനോ ആരെങ്കിലും ഉപദ്രവിക്കാനോ പൈസ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടെ. കാരണം ഇവിടെ ഒരു പൈസയുടെ ഫോർച്യൂണാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ മുന്നിൽ നിർത്തി എന്തൊക്കെയോ കള്ളത്തരം ഇവിടെ നടത്താനായിട്ട് ആരോ ആഗ്രഹിക്കുന്ന പോലെ. അതുകൊണ്ട് കൂടിയാണ് സാക്രിഫൈസ് കാർഡ് നിങ്ങൾക്ക് വന്നത്. ഇവിടെ ഫോർച്യൂണാണ്, പണം, ഇഷ്ടംപോലെ പണം, ഇട്ടുമൂടാനുള്ള പണം ആണ് കാണിക്കുന്നത്. പക്ഷേ അത് ആർക്കെങ്കിലും പാര വയ്ക്കാനാണോ, അത് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് അഭിനയിക്കുന്ന ആരോ ഒരാളാണോ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്? അറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എടുക്കുക. ഞാൻ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ, എന്താണ് സിറ്റുവേഷൻ. കിങ് ഓഫ് പെൻറ്റക്കിൾ നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. ഭയങ്കര വയലൻ്റ് ആയ എനർജിയാണ്, ഒട്ടും ക്ഷമയില്ലാത്തത്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടോറസ് ബഗൊക്കെ ഭൂമിയാണ്. 3 സോഡിയാക് സൈനും ഭൂമിയായിട്ടാണ് പറയുന്നത്. പക്ഷേ ചില സമയത്ത് അവർക്ക് ഒട്ടും ക്ഷമയില്ലാത്താവും. അവർ വളരെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ വയലൻ്റ് ആയിട്ടുള്ള എനർജീസ് വരാനുണ്ട്. അത് അവരുടെ മറ്റ് പ്ലാനറ്റ്സ്, മറ്റ് സോഡിയാക് സൈൻസ് അവരുടെ പ്ലാനറ്റ്സിൽ ഏതൊക്കെയാണെന്ന് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പേഴ്സണ്, മനസ്സിലായോ? ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ സ്നേഹിക്കുന്ന ആൾ ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടിയാണോ അതിന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമായിട്ട് ഈ പേഴ്സൺ സ്നേഹിക്കുന്ന ആർക്കോ റിലേഷൻഷിപ്പ് ഉണ്ടോ, അപ്പോൾ അതിനൊരു പ്രതികാരമായിട്ടാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അതിന് നിങ്ങളെ കരുവാക്കിയാണോ? ഓർത്ത് നോക്കുക, അറിയില്ല എനിക്ക്. ജെമിനൈനെ ക്ലാരിഫൈ ചെയ്യുന്ന ഇത് ഭയങ്കര ഒരു ബേർഡനായിട്ട്, റിലേഷൻഷിപ്പ് ബേർഡനായിട്ട് മാറുക, സ്നേഹം അഭിനയിക്കുന്ന ഒരു എനർജി കേട്ടോ. അപ്പോൾ ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനൈ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇവിടെ ഒരു ചതി പറ്റിയിട്ടുണ്ട്, ആ ചതിക്ക് പ്രതികാരം നടക്കുന്ന പോലെ. അത് നിങ്ങളെ കരുവാക്കുന്നതാണോ നിങ്ങളാണോ അതിന് ഉത്തരവാദി അറിയില്ല, നിങ്ങൾ നോക്കുക. എന്തായാലും ഫോർച്യൂണാണ് കാണിക്കുന്നത്. ഇനി എന്താണ് ഇവരുടെ ഉദ്ദേശം? വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു സമയമാറ്റം, ഒരു കാര്യം തിരിച്ചു പിടിക്കുക, മനസ്സിലായല്ലോ? ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യം തിരിച്ചു പിടിക്കുക, അതാണ് ഒരു സമയം മാറുക എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ. കാലചക്രം അറിയില്ലേ, കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് മാറി ആ സിറ്റുവേഷൻ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആവും. അതാണ് അവരുടെ ഉദ്ദേശം. നോക്കാം നമുക്ക്. പിന്നെ മെജിഷ്യൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി, നിങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടിയാണ് ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം കേട്ടോ. ഭയങ്കര കള്ളത്തരം എന്ന് വെച്ചാൽ മജിഷ്യനാണ്. മജിഷ്യൻ നല്ലതുമാണ് ചീത്തയുമാണ്. നിങ്ങളുടെ റീഡിങ് എടുക്കുകയാണ്. എന്താണ് നിങ്ങളിപ്പോഴത്തെ എനർജിയിൽ മജിഷ്യൻ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഭയങ്കര കേപ്പബിൾ ആണ്. ആകാശത്തുള്ള സാധനങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുള്ള, അത്രയും കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. അതാണ് മജിഷ്യൻ പോസിറ്റീവ് വന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ കൺകെട്ടുകാരനാണ്, ജാലവിദ്യക്കാരനാണ്, കള്ളത്തരമുള്ള ആളാണ്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ചിരിച്ച് സംസാരിച്ച് കഴുത്തിറക്കുന്ന ഒരു എനർജി. അപ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണെ ക്ലാരിഫൈ ചെയ്തത് എംപററും പിന്നെ 10 ഓഫ് സ്വേർഡ്സുമാണ്. എംപറർ എന്ന് പറഞ്ഞാൽ ഏരീസ് സോഡിയാക് സൈനാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ എല്ലാം ഫിക്സ്ഡ് സൈൻസ് ആണ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തറിയാം. ഫിക്സ്ഡ് സൈൻസ്, കാർഡിനൽ സൈൻസ്, അങ്ങനെയൊക്കെ സോഡിയാക് സൈൻസ് ഉണ്ട്. ഞാൻ അതൊരു ക്ലാസ് എടുക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു. ഒരു ചക്രവർത്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഒരു സ്ത്രീ എനർജി ആവാൻ വഴിയുണ്ട്.
ഒരു ചക്രവർത്തിയോ ചക്രവർത്തിനിയോ ആയിട്ടുള്ള ഒരു എനർജി റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, അത് അവസാനിച്ചു, അത് പാടില്ല, തിരിച്ചു പിടിക്കണം. അപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിയിട്ടുണ്ടോ, അവിടെയാണ് നോക്കേണ്ടത്. മജീഷ്യനെ ക്ലാരിഫൈ ചെയ്യുന്നത് 6 ഓഫ് കപ്സും പേജ് ഓഫ് സോൾസും. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇവർ സ്പൈ ചെയ്യുന്നുണ്ട്, മനസ്സിലായി. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പേ ഉണ്ടാവുള്ളായിരിക്കും, പക്ഷേ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ നിന്ന് പോയ ആൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പാര വെക്കുകയാണ്, നിങ്ങളെ കരുവാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളെ കരുവാക്കുകയാണ്. അതിന് നിങ്ങൾക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ടോ അറിയില്ല. അതല്ലെങ്കിൽ ഇവിടെ ഒരു കള്ളത്തരം നല്ലോണം നടക്കുന്നുണ്ട്, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്. ഇവിടെ നല്ല പ്രശ്നം നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളാണ് ഇതിൽ കൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പെടുത്താൻ കിട്ടും. എനിക്കറിയില്ല എന്താ നടക്കുന്നതെന്ന്. എന്തായാലും പണി, ജെമിനായി, ഇത് ജെമിനായി ആണ്, പണിയാണിത്. ഓക്കെ. അപ്പോൾ അതാണ് നിങ്ങളുടെ ശത്രു. ചിരിച്ച് കാണിച്ച് കഴുത്തിറക്കുന്ന ഒരു എനർജിയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സോഡിയാക് സയൻസ്. അപ്പോൾ ഞാൻ എടുക്കണം. അപ്പോൾ ഇതായിരുന്നു അവസാനത്തെ റീഡിങ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.